ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കണ്ണൂക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള പാൽ പൊറോട്ട ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പാൽ പൊറോട്ടൻ്റെ റെസിപ്പി മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ മൈദയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് നല്ല അടിപൊളിയായിട്ട് ആട്ടപ്പൊടിയിൽ എങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള പാൽ പൊറോട്ട ഉണ്ടാക്കാമെന്നാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നും ചപ്പാത്തി ഉണ്ടാക്കാതെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ആട്ടപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട മതി നമുക്ക്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് മൈദ വെച്ചിട്ടുള്ള പാൽ പൊറോട്ടേൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുറച്ചും കൂടെ ഗോതമ്പിനേക്കാളും ടേസ്റ്റ് മൈദ വെച്ചിട്ടാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് പ്രിഫർ ചെയ്യുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാനിത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നെയ്യിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ പകരം ഓയിൽ എടുത്തോളൂ, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. പാൽ തന്നെ വേണം, ഇളം ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ പാൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ നോക്കുക. കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും ഇട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. അപ്പം ഞാനിതേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇത്ര സോഫ്റ്റായിട്ട് വരണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കുക. ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തീരെ സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് എടുത്ത് വെക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഞാൻ 1 മണിക്കൂറിന് ശേഷമാണ് ബാക്കി ചെയ്യുന്നത്. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പൊറോട്ടയുടെ ആ ഒരു മാവിനെ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് 2ആയിട്ട് മാറ്റാം. അതിനുശേഷം നമ്മളിത് പരത്തിയെടുക്കാൻ പോവുകയാണ്. നമ്മളിത് വലിയ റോളായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കൗണ്ടർ ടോപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് പരത്തായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നമുക്കിത് നല്ല തിന്നായിട്ട് എടുക്കണം. എത്രത്തോളം തിന്നാക്കി നിങ്ങൾക്ക് പരത്താൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കി പരത്താൻ നോക്കുക. അപ്പോൾ ഞാനിത് കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് സിംഗിളായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ഈ മടക്ക് ചപ്പാത്തിയൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് വേണമെങ്കിൽ അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷേ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എല്ലാം കൂടി ഒരുമിച്ച് നല്ല തിന്നാക്കി ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതേ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒന്ന് നെയ്യൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ നെയ്യാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആണെന്ന് മാത്രം. അപ്പോൾ എല്ലാവരുടെയും നല്ലപോലെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് ലെയറായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതേ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിത് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിത് ഫുള്ളായിട്ട് റോൾ ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ടാണ് ഇനി പരത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പം ഞാൻ മൊത്തമായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട. ഒരെണ്ണത്തിന് നമുക്കൊരു 6 or 7 പീസാക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ലെയറായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വരുമ്പോഴും നല്ല ലെയറൊക്കെ കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒത്തിരി വലുപ്പത്തിൽ പെട്ടെന്ന് തീരണമെങ്കിൽ ഒരു 4 പീസൊക്കെ ആക്കി എടുത്താലും മതി. അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇനി ഇത് പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പൊടിയിട്ടതിന് ശേഷം ഇത് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മളിത് പരത്തിയെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല. ഇത്തിരി കട്ടിയിൽ തന്നെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതേപോലെയാണ് വേണ്ടത്. ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മൾ ഗോതമ്പ് പൊടിയിൽ ചെയ്തതുകൊണ്ട് ചപ്പാത്തിയുടെ ആ ഒരു ടേസ്റ്റൊന്നും ആണെന്ന് വിചാരിക്കരുത്. വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ നല്ലതാണ്. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം.
അപ്പോൾ ചുടുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കാരണം അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ എണ്ണ വേണ്ടാത്തവർക്ക് ഞാനിപ്പോൾ ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി. സാധാരണ നമ്മൾ ചപ്പാത്തി ചുടുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇതും ചുട്ടെടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും വേണമെന്നില്ല, കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. ഇത് നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇത് നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചുട്ടെടുക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ചുമ്മാ ചായയുടെ കൂടെ ആണെങ്കിലും നമുക്ക് ചൂടോടെ ആകുമ്പോൾ നല്ലതാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേ അടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനത് കാണിക്കുന്നത്. പക്ഷേ എന്നാലും നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോഴും ഉള്ളത്. നമ്മളിത് റോൾ ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് പരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെയറൊക്കെ നമുക്ക് ഉള്ളിൽ കിട്ടും. അതുകൊണ്ട് കഴിക്കുമ്പോഴും പ്രത്യേക ഒരു ചപ്പാത്തി കഴിക്കുന്ന ഫീൽ ആയിരിക്കില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ആ പാൽ പൊറോട്ട മുമ്പ് ഇട്ടത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതും എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടക്കുന്ന വീഡിയോ ആയിട്ട് നാളെ 3 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.